ഭരതേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ശ്രീനിവാസനെ ഞാൻ കാണാൻ പോകുന്നു. ശ്രീനിവാസനോട് പറയുന്നത് എനിക്കൊരു തിരക്കഥ വേണം. എന്നാൽ ശ്രീനിവാസൻ ഇവിടുത്തെ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് റൈറ്ററാണ്. സന്മനസ്സുള്ളവർക്ക് സമാധാനം, നാടോടിക്കാറ്റ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സിനിമകൾ സക്സസ്ഫുള്ളായി നിൽക്കുന്ന റൈറ്ററാണ്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്കൊരു സ്ക്രിപ്റ്റ്. അന്നേരം എന്നോട് പറഞ്ഞു സ്ക്രിപ്റ്റൊക്കെ തരാം, എനിക്ക് നിങ്ങളെ കൊണ്ടൊരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാനൊരു സിനിമ സംവിധാനം ചെയ്യാൻ പോവാണ്, വടക്ക് നോക്കി യന്ത്രം. അതിൽ താങ്കൾ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ സമ്മതിച്ചു. ഓഫ് കോഴ്സ് ആ ഒരു കെയർ ഓഫിൽ ഒരു തിരക്കഥ കിട്ടില്ല എന്നുള്ളൊരു അങ്ങനെയാണ് ഞാൻ അതിൽ കയറുന്നത്. അങ്ങനെ വടക്ക് നോക്കി യന്ത്രം അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തു. ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ആ സിനിമയ്ക്കായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് ശ്രീനിവാസനാണ് ആദ്യത്തെ നിർമ്മാതാവിനെ പരിചയപ്പെടുത്തി തരുന്നത്. അത് KT കുഞ്ഞുമോൻ. അദ്ദേഹമാണ് എനിക്ക് ആദ്യം അഡ്വാൻസ് തരുന്നത് ഒരു സിനിമ ചെയ്യാൻ. പക്ഷേ ചില കാരണങ്ങളാൽ ആ സിനിമ രണ്ടാമത്തേതായി. ശ്രീനിവാസൻ തന്നെയാണ് വിജയകുമാറിനെ, 7 Arts വിജയകുമാറിനെ കണ്ടിട്ട് ഇങ്ങനൊരു പ്രോജക്റ്റ് കണക്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ ശ്രീനിയാണ് എന്നെ ശരിക്കും സിനിമയിലേക്ക് കറക്റ്റായിട്ട് മോൾഡ് ചെയ്ത് കൊണ്ടുവന്നത്.